നീ പെട്ടു. അപ്പൊ അത് കണ്ട് സന്തോഷിക്കില്ലേ? അതാണല്ലോ നമ്മുടെ ആൾക്കാർ സാധാരണ ചെയ്യുക. സന്തോഷം. പെട്ടു. പക്ഷെ നേരിട്ട് കാണുമ്പോ ഈ നവരസം പഠിപ്പിക്കുമല്ലോ ജഗദീഷ് സാറ്. അതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ പഠിക്കണം ഭായി. നമ്മൾ തിരിഞ്ഞു കഴിയുമ്പം ഇങ്ങനെ കാണിക്കും, നേരിട്ട് കാണുമ്പോ ഇങ്ങനെ എന്തോ ആൾക്കാരല്ലേ. അതാണ് ഡേറ്റിംഗ് ആപ്പ്, ബെറ്റിംഗ് ആപ്പ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക, കാശ് മേടിക്കുക, കീശയിലിടുക, പോവുക. ഇതാണ് ഭൂരിപക്ഷം മറ്റേ ഇൻഫ്ലുവൻസസ്. ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, അവര് ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഒരു സംഭവം കിട്ടിയാലും ആഡ് ചെയ്യാൻ. കാരണം അവർ ഇൻഫ്ലുവൻസസ് ആണല്ലോ. യൂട്യൂബ്, ഫേസ്ബുക്ക്, മറ്റേ ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓരോ കമ്പനികൾ ഇങ്ങനെ ഓരോ ഓഫറുകൾ കൊടുക്കാറുണ്ട്. നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യൂ, കൊളാബറേഷൻ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് അവർ കാശുണ്ടാക്കുന്നു, പോകുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ശരിക്കും പ്രശ്നം ഈ ഡേറ്റിങ്ങും ഈ ബെറ്റിങ്ങും. ബെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കി കളയും. ബെറ്റിങ്, മറ്റേ ഗാംബ്ലിങ്, പിന്നെ ഈ ട്രേഡിങ്ങിന്റെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. നിങ്ങൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യൂ. അത് പ്രത്യേകിച്ച് ബെറ്റിങ്ങിൽ പിന്നെ കാശ് പോകുന്ന വഴി അറിയില്ല. ഈ ഡേറ്റിംഗ് ആപ്പിലൊക്കെ ചെറുതായിട്ട് ഉള്ള രീതിയിലൊക്കെ പോകും. എന്നാലും പിന്നെ ഡെസ് പഠിക്കും, മറ്റേ പെണ്ണുമായിട്ട് പ്രേമം മൂത്തുപോയി അവളുടെ വീട് എവിടാന്നൊക്കെ തപ്പി പോവും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ജാസ്മിനും പിന്നെ തനിമലയാളി, പിന്നെ വേറെ ഏതോ 1-2 ചാനൽ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ സീക്രട്ട് ഏജന്റ് വന്നു, റിങ്കു സിംഗ് വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്ലേ സ്റ്റോറിലുള്ള ആപ്പാണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ആപ്പിനെ പ്രൊമോട്ട് ചെയ്താൽ എന്താ തെറ്റെന്നുള്ള രീതിയിൽ പുള്ളി അങ്ങ് സംസാരിച്ചിട്ട് പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്കാർ പുള്ളിയെ ട്രോളുന്നുണ്ട്. നിന്റെ ഫ്രണ്ടല്ലേ ജാസ്മിൻ, നിന്റെ ബാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ്. ഫ്രണ്ടായാലും ബാക്കായാലും പുള്ളി പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്, കുറച്ച് മണ്ടത്തരമാണ്. പുള്ളി ഇപ്പോൾ ഇതിനകത്ത് വലിയ അഭിപ്രായം പറയാൻ വരേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ പുള്ളി വന്നു പറഞ്ഞു. എന്നാലും ആൾക്കാർ ഇത് വെറുതെ വിടത്തില്ല. ആൾക്കാർ ഇതിനെ കുത്തിപ്പൊക്കി ഇതിങ്ങനെ മറ്റേ മല്ലു ഫാമിലിയോ ഏതോ ഒരു ഫാമിലി ഇപ്പോൾ ആപ്പിലായിട്ടുണ്ടല്ലോ. പിന്നെ കുറെ ആൾക്കാർ ഈ ഡേറ്റിംഗ് അല്ല, ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് ആപ്പിലായിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇത് വരുമോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ലീഗലായിട്ടുള്ള ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഡേറ്റിംഗ് ആപ്പ് ഇവിടെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കേരളത്തിൽ തനിയെ വേണേ ബാൻ ചെയ്യാം. പിന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ IP അഡ്രസ് വഴി അവരെ മോണിറ്റർ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചെയ്യത്തില്ല നമ്മുടെ സർക്കാർ. കാരണം വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ബെറ്റിംഗ് ആപ്പ് ഡേഞ്ചറാന്ന് ഞാൻ പറയാൻ ഒരു മെയിൻ കാരണം ഈ വെഞ്ഞാറമൂട് കേസ് തന്നെയാണ്. ആ പയ്യന് അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ട്രേഡിങ്, ബെറ്റിങ്, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ കാശിട്ട് 10 ലക്ഷം, 5 ലക്ഷം, ആദ്യം 5000, 10000 തുടങ്ങി. അത് പോകുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പവർ ഉണ്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളീസിന് പൊതുവെ ഈഗോ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലിടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് അങ്ങനെ ആപ്പിലായതാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല എന്താ സംഭവം എന്ന്. എന്തോ കടബാധ്യതയൊക്കെ ഉണ്ട്. ഇത്രയും കടം വരണമെങ്കിൽ അവൻ എന്തോ പരിപാടി ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡ്രഗ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ തന്നെ വന്നിപ്പോൾ കുറ്റസമ്മതമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ജയിൽ ഓഫീസേഴ്സിനോടൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കുറെ കടം ഉണ്ടായിരുന്നു, ഫാമിലി വേറെ ആൾക്കാരൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ. ഇവന്റെ ഫാമിലി ഹെൽപ്പ് ചെയ്തില്ല, ഇവന്റെ കുടുംബത്തിലുള്ള സ്വന്തക്കാർ, ബന്ധുക്കാർ, അവരൊക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നല്ലേ? നീ പെട്ടു. അപ്പൊ അത് കണ്ട് സന്തോഷിക്കില്ലേ? അതാണല്ലോ നമ്മുടെ ആൾക്കാർ സാധാരണ ചെയ്യുക. സന്തോഷം. പെട്ടു. പക്ഷെ നേരിട്ട് കാണുമ്പോ ഈ നവരസം പഠിപ്പിക്കുമല്ലോ ജഗദീഷ് സാറ്. അതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ പഠിക്കണം ഭായി. നമ്മൾ തിരിഞ്ഞു കഴിയുമ്പം ഇങ്ങനെ കാണിക്കും, നേരിട്ട് കാണുമ്പോ ഇങ്ങനെ എന്തോ ആൾക്കാരല്ലേ. അതാണേലും ഈ ബെറ്റിങ്ങും ഈ ചാറ്റിങ്ങും മറ്റേ ഡേറ്റിങ്ങും ഇങ്ങനത്തെ ആപ്പുകളൊക്കെ, ഇതിനകത്ത് ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ചെന്ന് പെടാറുണ്ട്. പ്രായമുള്ള ആൾക്കാർ 100 പേര് ഇപ്പോൾ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 70 പേര് ഇത് കള്ളത്തരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും കൂടെയാണ്. അഡൽട്ട് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പോൺ വീഡിയോ, മറ്റേത് മറിച്ചത്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വന്നിട്ട് എന്താ പറയുന്നത്, സമൂഹം മറ്റേത് മറിച്ചത് എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ തള്ളിയിട്ട് പോകുന്നത്. എന്നാണേലും ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒരുപാട് സിനിമകളിലും ഈ മറ്റേ ന്യൂസിലും അത് ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാർക്ക് കഴപ്പ് മുതിരി ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ള സംഭവങ്ങൾ. അപ്പോൾ ചെറിയ പിള്ളേർ എന്തൊക്കെ ചെയ്യുമല്ലേ? ഇപ്പോൾ പിന്നെ മൊബൈൽ ഫോണുണ്ട്, സംഭവമുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സിം കാർഡുണ്ട്, വീടുണ്ട്, റൂമുണ്ട്, TV ഉണ്ട്. അവിടെ റൂമിനകത്ത് പോകുന്നു, കതകടയ്ക്കുന്നു, പരാഗണം. ഇതാണ് സംഭവം. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മറ്റേ
പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ സാധാരണ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇതെന്താ സംഭവം എടുത്തൊന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് ആപ്പ് മറ്റേ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുകയും അങ്ങനെ ഒരു വഴിയിലേക്ക് പോവാണ്. പക്ഷെ അതിനകത്ത് അവരെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവർ തെറ്റൊന്നും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാശാണ് വലുത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പിള്ളേർ, ഈ ഫോളോ ചെയ്യുന്ന പിള്ളേർ, ഈ ആൾക്കാർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും നമ്മുടെ ആളാണ്, നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാതെ ഈ ആൾക്കാർ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക്, ഇവർ തെണ്ടികളാണ്, ഇവർ എന്ത് തോന്നിയാസവും ഇവർ പ്രൊമോട്ട് ചെയ്യും കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് ഈ പിള്ളേർ മനസ്സിലാക്കണം. ഈ പിള്ളേർ മനസ്സിലാക്കണമെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. ആരും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ, അതാണല്ലോ ഇപ്പോൾ പ്രശ്നം. ഇതുപോലത്തെ ആൾക്കാരെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് സിനിമയിലും ന്യൂസിലും ഇതിലൊക്കെ. 40, 30, 50, 30 40, 50, 60, 60ൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു എന്താ പറയുക കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് കുറേ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോഴും പുറത്ത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്, ഇങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു മോശമായിട്ട് ഒരുപാട് ആൾക്കാർ കണക്കാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ലടേ, ഇതിനകത്ത് എന്താ തെറ്റ് എന്ന് പറയുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞത് കുറച്ചേ ഉള്ളൂ കേട്ടോ. മോശമാണെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ആ മോശമാണെന്ന് പറയുന്ന അതിനകത്ത് 100 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു 70 പേര് ഈ കുൽസിത പരിപാടി സീക്രട്ടായിട്ട് ചെയ്യുന്നവരാ. എന്താണേലും അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ചോദ്യമാണ്. പ്രൊമോഷൻ അവരെങ്ങനെ ചെയ്യാണ്ടിരിക്കും? 4 ലക്ഷം 5 ലക്ഷം ഒരു വീഡിയോയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ചെയ്യും അല്ലേ? ആൾക്കാർ അവർ കാശുണ്ടാക്കാനാണല്ലോ ഇൻഫ്ലുവൻസർ ആയത്. അല്ലാതെ കലയെ വളർത്താൻ ഈ സിനിമാക്കാർ പറയുന്ന പോലത്തെ കള്ളമൊന്നല്ലല്ലോ. അവർ കാശുണ്ടാക്കാനാണ് ഇൻഫ്ലുവൻസർ ആയത്. അപ്പോൾ അവരെന്ത് തോന്നിയാസവും കാണിക്കും. ഇപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട് പോലത്തെ ഈ ഡേറ്റിംഗ് ആപ്പ് ടാങ്കോ മറ്റേത് മറിച്ച് കുറേ ഉണ്ടല്ലോ. കുറേ ആഡ്സ് നമുക്ക് വരാറുണ്ട്. എനിക്ക് വരാറുണ്ട്. എൻ്റെ കുറേ എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, എന്തുവാടേ ഇത്, ഇപ്പോൾ ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതാണല്ലോ. ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡേറ്റിങ്ങിൻ്റെ ആപ്പ് വരും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറക്കി വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ, മനുഷ്യൻ്റെ സമയം കളയണം. മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും അല്ല, ലോകത്തിന്റെ ഒരു സൈഡിലുള്ള ആൾക്കാർ ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ അറബ് കൺട്രീസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സംഭവം, ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ, ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ ശരിക്കും ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, ഈ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് അതിനുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഈ കൊച്ചുകുട്ടികളുടെ ഇടയിൽ ഈ മത തീവ്രവാദം അത് തീവ്രമായിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പിള്ളേർക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. അവർ ചിന്തിക്കുന്ന ഫുള്ള് മറ്റേ മതം, ജിഹാദ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതേപോലെയാണ് ഇന്ത്യയിൽ അത് അങ്ങനെ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യത്തിനെ താക്കാൻ എന്താ നല്ലതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഈ ഡേറ്റിങ്ങും മറ്റേത് മറിച്ചതൊക്കെ അടിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ മറ്റേ പോൺ സൈറ്റുകളും ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊക്കെ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ വേൾഡ്, ഇംഗ്ലണ്ട്, അമേരിക്ക, കാനഡ, ഇങ്ങനത്തെ അവരുടെ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഫ്രാൻസ്, ജർമ്മനി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റുള്ള രാജ്യങ്ങളൊന്നും അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൊട്ടത്തരമായിട്ട് തോന്നാം പലർക്കും, പക്ഷേ ഇത് പൊട്ടത്തരമല്ല. ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഉള്ള സത്യം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയ കണ്ണിയാണ് ഈ മറ്റേ ഫ്രണ്ട്സ് പോലത്തെ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ടോപ്പിക് അതാണ് ആരംഭിച്ചത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത അതാണ്, ചെറിയ രീതിയിൽ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിനെ തന്നെ നമ്മൾ വലുതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതല്ല വലുതെന്ന് പറയുന്നത് അവിടുന്നാണ്. ഈ ഫേസ്ബുക്ക് പോലത്തെ ആപ്പ് വരുന്നതിന് മുമ്പ് പിള്ളേർ ഭയങ്കര ഡിസ്ട്രാക്ഷൻ കുറവായിരുന്നു. പിള്ളേർക്ക് ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ടിവിയും കാര്യങ്ങളും, മറ്റേ ഡെക്ക് എടുക്കുക, CD എടുക്കുക, ഇതൊക്കെയായിരുന്നു. പിന്നെ ബുക്ക്, തുണ്ട് ബുക്ക്, മറ്റേത് മറിച്ചത്, ഇതൊക്കെയായിരുന്നു സംഭവം. പക്ഷെ ഇപ്പോൾ ഫേസ്ബുക്ക് മറ്റേ ടിക്ടോക്ക് ബാനാക്കി, അത് ഇത് ഒഴിവായി. പിന്നെ പബ്ജി ഇതുപോലത്തെ ഗെയിമും കാര്യങ്ങളും, സോംബി, മറ്റേത് മറിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷനാണ്. നമ്മുടെ രാജ്യത്തിനെ, നമ്മുടെ ഈ സൈഡ്, ലോകത്തിന്റെ ഈ സൈഡിലുള്ള ആൾക്കാർ, പിള്ളേർ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. പിള്ളേർ കൂടുതൽ ചിന്തിച്ച് നല്ല കാര്യങ്ങളോട്ട്, ഇപ്പോൾ സയന്റിഫിക് ആയിട്ടോ ഒരു സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ ഇപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവൻ പോയി, അവൻ്റെ സയൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ്റെ പിന്നെ ഒറ്റ സയൻസ് ബയോളജിയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് ഈ
നമ്മളെയൊക്കെ റൂൾ ചെയ്യുന്ന ഒരു പവറുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒഴിവാക്കിയാൽ നമ്മുടെ രാജ്യം വലിയൊരു വികസിത രാജ്യമായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സയൻറ്റിസ്റ്റും ഒരുപാട് മാത്തമാറ്റീഷ്യനും ഒരുപാട് ആൾക്കാർ ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് പഠിച്ചാലും നല്ലതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാതെ അങ്ങനത്തെ മറ്റേ ഡേറ്റിങ്ങും അത് ഇതിലൊക്കെ പോയിട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല. ഇപ്പൊ ഈ വെഞ്ഞാറമ്മൂട് ഇതുപോലത്തെ കേസുകളൊക്കെ കാണുമ്പോൾ അമ്മ 2 പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, പിന്നെ ഒരു പയ്യൻ അവന്റെ അമ്മയെ അടിച്ചു കൊല്ലുന്നു, ബന്ധത്തിലുള്ള ആൾക്കാരെയൊക്കെ കൊല്ലുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാല് ഈ ഹേറ്റ്രഡ് വളരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലുള്ള വെറുപ്പ് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അവന്റെ മനസ്സിലുള്ള ഹേറ്റ്രഡ്, അത് അത്രയും വരാൻ മെയിൻ കാരണം ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണ്. പിന്നെ ഈ വക ഡേറ്റിങ്ങും മറ്റേ കാര്യങ്ങളും മറ്റേ ആപ്പും മറ്റേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ പിന്നെ ഗഞ്ചാവ് മറ്റേ മറിച്ചത് ഇതൊക്കെയാണ് പറയുന്നത്. ഈ ഡ്രഗ്സ് തന്നെ എത്തിച്ചു വിടുന്നത് വെസ്റ്റേൺ കൺട്രീസ് ആണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എന്നാണേലും ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ജാസ്മിനോ അല്ലെങ്കിൽ തനി മലയാളിയോ അല്ലെങ്കിൽ ഓരോ ചാനലുകാരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവരൊക്കെ വന്നിരിക്കുന്നത് കാശിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് എന്ത് തോന്നിയാസവും കുറെയൊക്കെ അവർ കൺട്രോൾ ചെയ്യും. എന്നാലും കുറച്ച് ഒരു മറ കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഈ കുറച്ച് നാൾ മുമ്പേ മല്ലു ഫാമിലി ഇല്ലേ, മല്ലു ഫാമിലി മറ്റേ ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ആപ്പിലായി. പക്ഷെ അവർക്ക് ആപ്പൊന്നും സംഭവിച്ചില്ല. അവർ ചെറുതായിട്ട് കാശ് കൊടുത്ത് അവർ ഊരിപ്പോയി. അവരുടെ ചാനലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ആക്കി. എന്നാലും അവർക്ക് മറ്റേ വാട്സപ്പ് അത് ഇതൊക്കെ ഉണ്ട്, മറ്റേ ഇൻസ്റ്റാഗ്രാം ബാൻ ആക്കിയെന്ന് തോന്നുന്നു. എന്നാലും ഇതൊന്നും ഇങ്ങനത്തെ ചെറിയ ചെറിയ ആൾക്കാരെ ഒന്നും ബാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇതിനകത്തൊരു കൺട്രോൾ വരണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള തലമുറ അവര് പിള്ളേർ ചിന്തിച്ച് നമുക്ക് ചെയ്യാവോ, നമുക്ക് എന്താണ് ജീവിതത്തിൽ എന്താണ് വേണ്ടത്, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. കാരണം നമ്മുടെ അകത്തൊരു ഫയർ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഇതൊന്നും ഒരു മാറ്റർ അല്ല. പക്ഷെ ഭൂരിപക്ഷം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ കോളേജ്, സ്കൂള് ഇതൊക്കെ ഭയങ്കര പ്രഷറാണ്. ഈ പ്രഷർ കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മുറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു മുറിയുണ്ട്, AC ഉണ്ട്, കാര്യങ്ങളുണ്ട്, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, പഠിക്കാൻ പോകുന്നു എന്നുള്ള ഇതിൽ മൊബൈലൊക്കെ തനിയെ മേടിച്ച് ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സിം കാർഡ് മേടിക്കുക, 10-200 രൂപ ഒപ്പിക്കുക, അതിനെ റീചാർജ് ചെയ്യുക, പിന്നെ മറ്റേ സിനിമ മറ്റേ പരിപാടി മറ്റേ സംഭവങ്ങളൊക്കെ കാണുക. എന്ത് ചെയ്യാനല്ലേ, ഈ ടെക്നോളജി ഒക്കെ വളർന്നുകൊണ്ട് പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാത്തത് കൊണ്ട് അത് രക്ഷകർത്താക്കൾക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. അവര് പിള്ളേരെ ഒരു സൈക്കിളിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. മറ്റേ സ്കൂളിൽ പോകണം, വരണം, ട്യൂഷനിൽ പോകണം, പിന്നെ കിടന്നുറങ്ങണം, പിന്നെ കുറച്ച് നേരം എക്സസൈസ് ചെയ്യണം, ഭക്ഷണം കഴിക്കണം, അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നാളത്തെ ജീവിതം, നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നാളത്തേക്ക് നമ്മൾ ആരായി തീരും, നാളെ നമ്മൾ ആരായി തീരും എന്നുള്ള ഈ വക ചിന്തകളൊന്നും പിള്ളേർക്ക് ഇല്ല. ഭയങ്കര ഒരു പ്രശ്നമാണിത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ ഈ പിള്ളേര് പോയിരുന്നിട്ട് ഈ ടാങ്കോ അല്ലെങ്കിൽ ഫ്രണ്ട് ഇതുപോലത്തെ ആപ്പിൽ പോയിട്ട് കാശ് കളയുന്നു എന്ന് പറയുമ്പോൾ അവരെന്തിനാണ് അവിടെ പോകുന്നത്? വേറെന്തോ ഒന്ന് കിട്ടാതെ വരുമ്പോഴാണല്ലോ അവരവിടെ പോകുന്നത്. അവർക്ക് സ്നേഹം കിട്ടുന്നില്ല, അവർക്ക് അച്ഛനും അമ്മയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടുപേരും ബിസിയാണ്. അമ്മയെ കാണാൻ പറ്റില്ല, അച്ഛനെ കാണാൻ പറ്റില്ല, വൈകിട്ട് ഒരു 2 മണിക്കൂർ കാണാം, 3 മണിക്കൂർ കാണാം. പിന്നെ കുറെ പിള്ളേർ ഈ സിറ്റിയിലൊക്കെ വളരുന്നത് തന്നെ മറ്റേ മെയ്ഡിന്റെ അടുത്താണ്. ആയ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആയയുടെ അടുത്താണ് വളരുന്നത്. സെർവൻറ്റ് വരും, അവർ ഭക്ഷണം ഉണ്ടാക്കും, അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ മനസ്സിൽ എന്താ ഉള്ളത് അതൊക്കെയാണ് കുട്ടികൾ കേട്ട് വളരുന്നത്. അല്ലാതെ തന്തയും തള്ളയും ബിസിയാണ് കാശുണ്ടാക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു ലോകമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ ഈ മറ്റേ ഡേറ്റിംഗ് ആപ്പ് അതിന് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ, ഡേറ്റിംഗ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാരൊക്കെ പാരസൈറ്റുകളെ പോലെ ഇതിൻ്റെ ഇടയിൽ വരും. ഇപ്പോൾ ശരിക്കുള്ള തെറ്റുകാർ ആരാന്ന് വെച്ചാൽ ഈ തന്തയും തള്ളയും, പിന്നെ ഈ പിള്ളേരുടെ സ്കൂളിലുള്ള കാര്യങ്ങൾ, സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് ജീവിതം, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിലാണ് കാര്യം.